എന്നിട്ട് ഉരുളി കമത്തും. ഈ ഉരുളി കമത്ത് ഹരം കയറിയിട്ട് എന്തോ ചെയ്തെന്നറിയാവോ? എന്റെ കല്യാണത്തിന് പായസം വെച്ച ഉരുളി വരെ എടുത്ത് കമത്തി. ാണിത്. അത് പോട്ട്, ഇത് കാരണം ഞാൻ വീട്ടിലിപ്പൊ കേറാറില്ല. 1.5 മാസം ഞാൻ മാറി നിന്നു. കഷ്ടമല്ലേന്ന് വിചാരിച്ച് ഞാനൊരു പട്ടിയെ മേടിച്ചു കൊടുത്തായിരുന്നു കൂട്ടിന്. കുറച്ച് നാള് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോ ആ പട്ടിയെ മന്ത്രവും വേദവും ഒക്കെ പഠിപ്പിച്ച് ആ പട്ടിയാണ് ഇപ്പൊ അമ്മയുടെ പരികർമ്മി. അത് മാത്രമല്ല, അത് ഇടക്കിടക്ക് ഇപ്പൊ എന്താ ചെയ്യുന്നതെന്നറിയാവോ? ചില ദിവസം രാവിലെ അത് കുളിച്ച് കുറിയും തൊടും, വാലയെ കുത്തിന്ന് സൂര്യ നമസ്കാരം ചെയ്യും. അവസ്ഥയിലാക്കി. നിനക്കതൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലോ. അല്ലെ നാട്ടുകാര് പറയും ദാക്ഷായണിക്ക് അവസാനം ഒരു പട്ടിയില്ലെന്നോ കൂട്ടിന്. അതുകൊണ്ടാണ് ഞാൻ ഈ പട്ടിയെ പിടിച്ച് നിർത്തിയേക്കുന്നത്. അമ്മ മര്യാദക്ക് അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനാണ്. അച്ഛനെ ശൂലം കുത്തിച്ച് ഓടിച്ച്. അത് പോട്ട്, അച്ഛനെ ഈ അടുത്ത് രാമേശ്വരത്തുനിന്ന് ഞാൻ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നതാണ് അമ്മ. വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങാടി മുറ്റത്ത് വന്ന് നിന്നപ്പോ ഞാൻ സ്നേഹത്തോടെ വിളിച്ച് ഭരിക്കാത്തി കയറ്റിക്കൊണ്ട് പോയി ചോറ് വിളമ്പി കൊടുത്തില്ലോടാ. അച്ഛനെ വിളിച്ച് ചോറ് വിളമ്പി കൊടുത്തെന്നുള്ളത് ശരി തന്നെ. ആദ്യത്തെ ഉരുള ഉരുട്ടി വായിലോട്ട് വെക്കാൻ നേരത്ത് അച്ഛന്റെ പറ്റയിരുന്നൊരു നേർച്ചയായിരുന്നു. അച്ഛൻ തിരിച്ചു വന്ന സന്തോഷത്തില് കനല് വാരി വിഴുങ്ങിച്ചേക്കാന്ന്. പോരാഞ്ഞിട്ട് ഒരു ഗരുഡൻ തൂക്കോ ആ ഉരുട്ടിയ ചോറ് തറയെ വെച്ചിട്ട് ഇറങ്ങി ഓടുകയായിരുന്നു എന്റെ അച്ഛൻ. ഓട്ടത്തി അച്ഛൻ വല്ല നിന്നോട് പറഞ്ഞായിരുന്നാ മോനെ? ഓടിയ ഓട്ടത്തി അച്ഛൻ ഏതാണ്ടൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്ക് ഒന്നും മനസ്സിലായില്ല. അതെന്താണ് അയാൾ മലയാളത്തിലേക്ക് നിന്നോട് പറഞ്ഞു? അമ്മയെ ശൂലം കുത്തി കവിൾ അരിപ്പ പോലെ ഇരിക്കുവാണ്. ഡയലോഗ് പറയുമ്പോ കാറ്റ് മാത്രമാണ് പോണത്.